കേരള സാഹിത്യോത്സവത്തിൻ്റെ രണ്ടാം പതിപ്പ് വളരെ ഭംഗിയായി സമാപിച്ചതിൻ്റെ ആഹ്ലാദത്തിലാണ്. അതിൻ്റെ ഡയറക്ടറായ ഞാനും അതിൻ്റെ പ്രധാന സംഘാടകനായ DC കിഴക്കേമുറി ഫൗണ്ടേഷനും അതിൽ പ്രവർത്തിച്ച ഒട്ടേറെ കോഴിക്കോട്ടെ ജനങ്ങളും. ഈ രണ്ടാം പതിപ്പിൻ്റെ വിജയം പ്രധാനമായും ആശ്രയിച്ചത് കോഴിക്കോട്ടെ ജനങ്ങളുടെ താല്പര്യത്തിലാണ്. വിശേഷിച്ചും യുവാക്കളും യുവതികളും ഇത്രയേറെ സമൃദ്ധമായി പങ്കെടുത്ത മറ്റൊരു സാഹിത്യോത്സവവും ഞാൻ കണ്ടിട്ടില്ല. അനേകം സാഹിത്യോത്സവങ്ങൾ ലോകമെമ്പാടും ഞാൻ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ഇത്ര വലിയ തോതിൽ ഇത്ര അഗാധമായ ഉൾപ്പെടലോടുകൂടി യുവതി യുവാക്കൾ പങ്കെടുക്കുന്ന ഒരു സാഹിത്യോത്സവം ആദ്യമായിട്ടാണ് ഒരുപക്ഷെ ഞാൻ അത്തരമൊരു സാഹിത്യോത്സവം സാക്ഷിയാകുന്നത്. ഇതിൻ്റെ വിജയത്തിൻ്റെ മറ്റു കാരണങ്ങൾ, ഒന്ന്, ഇക്കുറി കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതലായി പങ്കാളികളുണ്ടായിരുന്നു. 300ഓളം എഴുത്തുകാർ, കേരളത്തിലെ എഴുത്തുകാർ, 3 തലമുറയിലെ എഴുത്തുകാർ കൂടാതെ ഇന്ത്യയിലെ വളരെ പ്രധാനികളായ രാമചന്ദ്ര ഗുഹയെ പോലുള്ള ചിന്തകന്മാർ, ശശി തരൂരിനെ പോലുള്ള അല്ലെങ്കിൽ കനിഷ്ക് തരൂരിനെ പോലുള്ള പല തലമുറകളിൽപ്പെട്ട എഴുത്തുകാർ, അവയൊന്നും കൂടാതെ വിദേശങ്ങളിൽ നിന്നുള്ള 10ഓളം എഴുത്തുകാർ, സ്പെയിനിൽ നിന്ന്, പോർത്തുഗലിൽ നിന്ന്, വെയിൽസിൽ നിന്ന്, ചെക്കോസ്ലവാക്കിയയിൽ നിന്ന്, നോർവേയിൽ നിന്ന്, ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് എല്ലാമുള്ള എഴുത്തുകാർ ഇതിൽ പങ്കെടുത്തു. അങ്ങനെ എഴുത്തുകാരുടെ പങ്കാളിത്തം കൊണ്ട് വളരെ പ്രധാനമായി. ഒപ്പം തന്നെ എഴുത്തുകാരും മറ്റ് കലകളിൽ പ്രവർത്തിക്കുന്നവരും, ചിത്രകാരന്മാർ അല്ലെങ്കിൽ ചലച്ചിത്രകാരന്മാർ മുതലായ ആളുകളുമായുള്ള സംവാദങ്ങൾ ഇവിടെ നടന്നു. വളരെ അപൂർവമായി മാത്രം നാം ചർച്ച ചെയ്യാറുള്ള അനേകം വിഷയങ്ങൾ, ഉദാഹരണത്തിന് കേരളത്തിലെ മ്യൂസിയങ്ങളെക്കുറിച്ച്, ഗാലറികളെക്കുറിച്ച്, കേരള ചരിത്രത്തിൻ്റെ ചില അജ്ഞാതങ്ങളായ അധ്യായങ്ങളെക്കുറിച്ച് എല്ലാമുള്ള ചർച്ചകൾ നടന്നു. കൂടാതെ കവിത, കഥ, നോവൽ മുതലായ അനേകം പ്രമേയങ്ങൾ അവയുടെ സമകാലീന അവസ്ഥയെ അഭിമുഖീകരിക്കാവുന്ന രീതിയിൽ ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടു. പല തലമുറകളിലെ എഴുത്തുകാർ തമ്മിലുള്ളൊരു സംവാദത്തിനും ഈ കേരളത്തിലെ എഴുത്തുകാരും പുറത്തെ എഴുത്തുകാരും തമ്മിലുള്ളൊരു സംവാദത്തിനും ഈ ഉത്സവം വഴിവെച്ചു. ഇവിടെ ഇതിനെ വിജയിപ്പിച്ച എല്ലാവർക്കും, സംഘാടകർക്കും, ഒപ്പം തന്നെ കോഴിക്കോട്ട് ജനങ്ങൾക്കും, കോഴിക്കോട്ട് നിന്ന് പുറത്തുനിന്ന്, ഗുജറാത്തിൽ നിന്ന് പോലും, ഗുജറാത്തിൽ നിന്നും ആന്ധ്രയിൽ നിന്നും വന്ന ആളുകളെ ഞാൻ കണ്ടു ഈ ഉത്സവം കാണുന്നതിന് വേണ്ടി വന്നവർ. അവിടെ നിന്ന് പോലുമുള്ള ആളുകൾ ഇതിൽ പങ്കെടുക്കുകയുണ്ടായി. ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും തന്നെ അതിൻ്റെ ഡയറക്ടർ എന്ന നിലയ്ക്ക് ഞാൻ നന്ദി പറയുന്നു. വരുന്ന വർഷത്തെ ഉത്സവം കുറേ കൂടി കൂടുതൽ നന്നാക്കാൻ കഴിയുമെന്ന ഉറച്ച പ്രതീക്ഷ നൽകുന്നുണ്ട് ഈ വർഷത്തെ അനുഭവവും ജനങ്ങളുടെ പങ്കാളിത്തവും കേൾവിക്കാരുടെ ആവേശവും.